ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഓരോ ഗൃഹസ്ഥനും അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങളെയാണ് പഞ്ചമഹായജ്ഞങ്ങളെന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളോടും പ്രകൃതിയോടുമുള്ള നമ്മുടെ കടമയാണത്. അതിൽ ഒന്നാമത്തേതാണ് ബ്രഹ്മയജ്ഞം. അതായത് പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഗുരുക്കന്മാരോടും ഋഷിമാരോടുമുള്ള ആദരവാണിത്. ഈ ബ്രഹ്മയജ്ഞത്തെ ഋഷിക്കടം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓരോ മനുഷ്യനും 5 കടങ്ങളോടുകൂടി ജനിക്കുന്നതാണ്. രണ്ടാമത്തേത് ദേവയജ്ഞം. അതായത് ഭഗവാനെ ആരാധിക്കുക, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, പ്രപഞ്ചശക്തികളോട് നന്ദിയും ആദരവും പ്രകടിപ്പിക്കുക, ഭഗവാന് വേണ്ടി നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക, ഭഗവാന് വേണ്ടി നാമം ജപിക്കുക. ഇതൊക്കെയാണ് ഈ ദേവയജ്ഞത്തിൽ വരുന്നത്. മൂന്നാമത്തേത് പിതൃക്കടം അല്ലെങ്കിൽ പിതൃയജ്ഞം എന്നറിയപ്പെടുന്നു. നമ്മുടെ പൂർവികർക്കായി ബലിതർപ്പണങ്ങൾ ചെയ്യുക, അവരെ ആദരിക്കുകയും സ്മരിക്കുകയും ചെയ്യുക. ബലിതർപ്പണങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത തലമുറയെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്യണം. നാലാമത്തേത് മനുഷ്യയജ്ഞം. നമുക്ക് ചുറ്റുമുള്ള സഹജീവികളോട്, മനുഷ്യരോട് കാരുണ്യം കാണിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കുക എന്നിവയാണ്. അഞ്ചാമത്തേത് ഭൂതയജ്ഞം. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുക. ദിവസവും ഒരു പാത്രത്തിൽ കുറച്ച് ജലമെടുത്ത് വെച്ചാൽ തന്നെ എന്തൊക്കെ പക്ഷികളാണ് അവ കുടിക്കാനായിട്ട് വരുന്നത് അല്ലേ. അതുപോലെ ചെടികൾ നട്ടു വളർത്തുക, അവയ്ക്ക് വെള്ളമൊഴിക്കുക. ഇതൊക്കെയാണ് ഈ ഭൂതയജ്ഞത്തിൽ വരുന്നത്. ഇതൊക്കെ വളരെ പ്രയത്നം കൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നതിലൂടെ തന്നെ വലിയ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് നമുക്ക് പ്രാപ്തമാകും. എല്ലാവർക്കും ഇതിന് സാധിക്കട്ടെ എന്ന് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.